ഹലോ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയാലോ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എങ്കിൽ പൈപ്പ് ക്ലീനർ വെച്ചിട്ടങ്ങ് തുടങ്ങാമെന്ന്. കാരണം എനിക്ക് ഇതേ അറിയുള്ളൂ, ഇതിങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചു വരുന്നത്. പിന്നെ ഞാൻ അത്ര അടിപൊളിയായിട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല, ഞാനും പഠിച്ചു വരുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറവുകൾ എനിക്കും ഉണ്ടാവും. അപ്പം അതൊക്കെ കണ്ട് എനിക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പൂവാണ്, ഒരു ലില്ലിപ്പൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവസാനം അറിയാൻ ലില്ലി ആകുമോ ഇല്ലയോ എന്ന്. അപ്പം ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഈ കട്ട് ചെയ്യണത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. കാരണം ഞാൻ എൻ്റെ പൂ കുറച്ചും കൂടെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്തത്. അപ്പം കട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് 4 കൂടെ ഒരേ സൈഡിലേക്ക് ആക്കിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്കിതിൻ്റെ 6 പെറ്റൽസാണ് വേണ്ടത്. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 പെറ്റൽസ് വേണം. അങ്ങനെ ഞാൻ എൻ്റെ 6 പെറ്റൽസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനുള്ള ലീഫാണ്. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറിലെ പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ പെറ്റലുണ്ടാക്കിയ പോലെ സെയിം മെത്തേഡാണ്, പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. പെറ്റലിനേക്കാളും കുറച്ചും കൂടെ നീട്ടം വേണം. എൻ്റെ ഇച്ചിരി നീട്ടം കുറഞ്ഞു പോയി, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയാണ് നമുക്ക് ഇത് വെക്കാനൊരു കോലും കൂടെ വേണമല്ലോ. അങ്ങനെ ഞാൻ പണ്ടെന്തോ കഴിച്ചിട്ട് വെച്ച ഒരു കുൾഫീൻ്റെ കോല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ പൈപ്പ് ക്ലീനർ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഈ ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അത്ര ശരിയാവില്ലെന്ന്. പക്ഷേ എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് ചുറ്റി കൊടുത്തപ്പം വലിയ കുഴപ്പമൊന്നും വന്നില്ല. അങ്ങനെ ചുറ്റി ഈ പരിവായി. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയാണ് ഇതിൻ്റെ ഇടയ്ക്ക്, അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം കേട്ടോ. അങ്ങനെ അതൊക്കെ ചുറ്റിക്കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇരിക്കത്തില്ലെന്നാണ്, പക്ഷേ എന്തോ അത് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ നമ്മുടെ കോലും റെഡി. ഇനിയാണ് നമുക്കിതെല്ലാം കൂടെ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ ഒട്ടിക്കുന്നതിന് മുന്നേ ഈ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ഓർത്തൊന്നും ഒട്ടിക്കരുത്. കാരണം അത് ഒട്ടിക്കുമ്പോൾ തന്നെ ഇതൊരുമാതിരി ഉരുകി പോകുക കേട്ടോ. ഇതിന് ഏറ്റവും നല്ലത് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഞാൻ അത് ഉരുക്കിയിട്ടാട്ടോ ഒട്ടിച്ചിട്ടുണ്ടാകുന്നത്. അങ്ങനെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും ഈ പരുവായി. ലില്ലിക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ആ പൈപ്പ് ക്ലീനർ അതിനകത്ത് ചുറ്റുമ്പോഴത്തേക്കും കുറച്ച് ലാസ്റ്റ് ചുറ്റിയാൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് നേരത്തെ ചുറ്റി വെച്ചു. ശരിക്കും പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ചുറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാട്ടോ, ഈ വയലറ്റ് കളറിൽ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? എന്തായാലും സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ, അതിൻ്റേതായ കുറച്ച് ഇതൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.